ഒന്നും താരീഖ് പറയില്ല. കാരണം പറഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് നമ്മളെ ആൾക്കാർ താരീഖ് പറയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു പ്രത്യേകത. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ എല്ലാ മുൻകഴിഞ്ഞ ആളുകളുടെയും കണ്ണിത്തുസ്താനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എത്രങ്ങാനും പറയാണ്ട്. ശംസുൽ ഉലമാ റഹിമഹുല്ലയെ പറയുമ്പോൾ നമുക്ക് എത്രങ്ങാനും പറയാണ്ട്. അത് പറയാനായിട്ട് നമ്മൾ ഒരു ദിവസം പരിപാടി തന്നെ നടത്തും. ശംസുൽ ഉലമയുടെ മനാഖിബ് പറയാനായിട്ട് ശംസുൽ ഉലമാ അനുസ്മരണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ പരിപാടി നടത്തിയിട്ട് കുറെ ആൾക്കാർ വന്ന് എല്ലാരും പറഞ്ഞാലും തീരായിട്ട് അവസാനം നമ്മൾ സോവനിയറാക്കിയിട്ട് ഇറക്കുകയും ചെയ്യും. മറ്റവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയുന്നത് ഈ താരീഖിലാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ താരീഖിനെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധ്യമാവുകയും വേണം. ശരിയായ റൂട്ടിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാര്, ക്രിസ്ത്യാനികള്, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ലിബറലിസ്റ്റുകൾ എല്ലാവരും ഒരു അഫ്സലിൽ ഒരുമിക്കുന്നത് കാണും. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം.